എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SLC ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഏതാണ്? ലെൻസസുകൾ അല്ലെങ്കിൽ ലെൻസുകളാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ലെൻസുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ലെൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. പല തരത്തിലുള്ള ലെൻസുകൾ. ഇത് എവിടെ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹൗ ഫാർ അവേ ആർ ദ സ്റ്റാർസ്, ദേ ക്യാൻ ബി സീൻ വെരി ക്ലോസ് വെൻ വ്യൂഡ് ത്രൂ ദിസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നക്ഷത്രങ്ങൾ എങ്ങനെയാണ്, എത്ര അകലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതിലൂടെ നോക്കുമ്പോൾ ഇതെന്താണ്? ടെലിസ്കോപ്പ് ആണ് അല്ലേ. ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് അടുത്ത് കാണാൻ കഴിയും. ക്ലിയർ ആയല്ലോ? ഹൗ ഡസ് എ ടെലിസ്കോപ്പ് മേക്ക് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് അപ്പിയർ സോ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ക്ലോസ്. എങ്ങനെയാണ് ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് അകലെയുള്ള വസ്തുക്കളെ എത്ര വ്യക്തമായിട്ട് നമുക്ക് അടുത്ത് കാണിച്ചു തരുന്നതാണ് ഇവിടെ കുട്ടിയോടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ആൻസറുകളെല്ലാം നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ലെൻസുകൾ നമ്മൾ പല സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലേ. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ലെൻസുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്? അതായത് കണ്ടോ, ഇതൊരു തരത്തിലുള്ള ലെൻസാണ്. ഇതെന്താണ്? റീഡിങ് ലെൻസാണ്. വായിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടുണ്ടായിരിക്കാം, നിങ്ങൾ അതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം ഇല്ലേ. ചെറിയ ചെറിയ അക്ഷരങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വലുതായി കാണണമെന്നുണ്ടെങ്കിൽ ഇത്തരം ലെൻസുകൾ ഉപയോഗിക്കുകയാണ്. ഈ വാച്ച് റിപ്പയർ ചെയ്യുന്നവരുടെയൊക്കെ കയ്യിൽ സ്ഥിരം കാണുന്നതാണ് ഈ ഇത്തരം ലെൻസുകൾ, റീഡിങ് ലെൻസ്. അങ്ങനെ ടോയ്സുകളിലൊക്കെ ഉണ്ടല്ലേ, ടോയ്സുകളൊക്കെ ലെൻസ് ഉണ്ട്. സ്പെക്ടക്കിൾസ്, നമ്മുടെ കണ്ണാടിയൊക്കെ അല്ലേ, മുഖത്ത് നോക്കുന്ന സ്പെക്സ് ഇല്ലേ, അതിലൊക്കെ എന്താണ് ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡോർ ലെൻസ് എന്താണ്? നമ്മുടെ പീ ഹോൾസ് ഒക്കെ ഇല്ലേ, നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനുള്ള ആ ഡോറെ വെക്കുന്ന ലെൻസ്, അതൊക്കെ അതിലൊക്കെ ലെൻസാണ്. പിന്നെ എവിടെയൊക്കെ ഉപയോഗിക്കാം? ക്യാമറ അല്ലേ, ക്യാമറയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് പറഞ്ഞില്ലേ മാഗ്നിഫയിങ് ഗ്ലാസ്. ഇതേതാണ്? മാഗ്നിഫയിങ് ഗ്ലാസ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. മാഗ്നിഫയിങ് ഗ്ലാസ്, ക്യാമറ, മാഗ്നിഫയിങ് ഗ്ലാസ്. പിന്നെ നമ്മൾ മുമ്പേ കണ്ടു ടെലിസ്കോപ്പ് അല്ലേ, ടെലിസ്കോപ്പ് ഉണ്ട്. പിന്നെ എന്താണ്? മൈക്രോസ്കോപ്പ് അറിയാമല്ലേ, മൈക്രോസ്കോപ്പ്, ചെറിയ ചെറിയ സാധനങ്ങളെ കാണുന്ന മൈക്രോസ്കോപ്പ്. ഇതിലൊക്കെ എന്താണ് നമ്മൾ ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരേ തരത്തിലുള്ള ലെൻസുകളല്ല, പലതരത്തിലുള്ള ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ലെൻസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തുവാണ്, ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഒരു സാധനമാണ് നമുക്ക് പറയാം ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം റിഫ്രാക്ഷനെ കുറിച്ച് പഠിച്ചതാണ്, അപവർത്തനത്തിനെ കുറിച്ച് പഠിച്ചതാണ്. എങ്ങനെയാണ് അവിടെ അപവർത്തനം ഉണ്ടാകുന്നത്? നമുക്കറിയാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇല്ലേ, പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസം വരുമ്പോൾ ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ആ ഡീവിയേഷനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലെ ലൈറ്റ് ഒബ്ലിക്കലി ചെരിഞ്ഞ് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ എന്താണ്? റിഫ്രാക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ അപവർത്തനം നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് കേട്ടോ. ഒന്ന് മറിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ. അപ്പം ഈ എന്താണ്, എവിടെ വെച്ചാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്? അതിൻ്റെ സർഫസ് സെപ്പറേഷൻ വെച്ചാന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ വർഷം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്, ഒന്ന് ഓർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ലെൻസുകളിലൊക്കെ എന്താണ് നടക്കുന്നത്? ഈ റിഫ്രാക്ഷൻ ആണ് നടക്കുന്നത്. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനമാണ് ലെൻസുകളിൽ നടക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതാ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചിത്രമാണ്. ഇതവിടെ എന്താണ്? സൺലൈറ്റ് ഉണ്ട്. സൺലൈറ്റ് ഒരു ഗ്ലാസ് ഷീറ്റിലൂടെ, ഒരു ചെറിയ കനം കുറഞ്ഞൊരു ഗ്ലാസ് ഷീറ്റാണ്, ചെറിയ കനം കുറഞ്ഞ ഗ്ലാസ് ഷീറ്റിലൂടെ ഒരു പേപ്പറിലേക്ക് വീഴുകയാണ്. അതുപോലെ തന്നെ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ടും എന്താണ് ഈ സൺലൈറ്റ് ഒരു പേപ്പറിലേക്ക് വീഴുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ നോക്കുവാണ്. ഈ സൂര്യപ്രകാശം ഈ കനം കുറഞ്ഞൊരു ഗ്ലാസ് ഷീറ്റിലൂടെ പേപ്പറിൽ പതിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്? നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടുള്ളതായിരിക്കും, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കണം. എന്താണ്? ഈ പേപ്പർ ഇവിടെ ഇലിമിനേറ്റ് ചെയ്യും ഇല്ലേ. പേപ്പർ സൂര്യപ്രകാശം ഇവിടെ വന്ന് വീഴുമ്പോൾ എന്നാണ് പേപ്പർ ഇവിടെ ഇലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ഈ സൺലൈറ്റ് നമുക്കിവിടെ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. നമുക്ക് എന്ത് പറയാം? ദ പേപ്പർ ഈസ് ഇലുമിനേറ്റഡ് എന്ന് പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അലോ സൺലൈറ്റ് ടു ഫോൾ ഓൺ എ പേപ്പർ ത്രൂ എ തിൻ ഷീറ്റ് ഓഫ് ഗ്ലാസ്, വാട്ട് ഈസ് ഒബ്സർവ്ഡ്? സൂര്യപ്രകാശം കനം കുറഞ്ഞ ഒരു ഗ്ലാസ് ഷീറ്റിലൂടെ പേപ്പറിൽ പതിപ്പിക്കുക. എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നത്? ദ പേപ്പർ ഈസ് ഇലുമിനേറ്റഡ് എന്ന് പറയാം അല്ലേ. ദി പേപ്പർ ഈസ് ഇലുമിനേറ്റഡ്. പേപ്പർ ഈസ് ഇലുമിനേറ്റഡ്. പ്രകാശത്തിലുള്ള സൂര്യപ്രകാശം എങ്ങനെയാണ് അതിലേക്ക് വന്ന് വീഴും ഇല്ലേ, ഇലുമിനേറ്റ് ചെയ്യും. ഐ ക്യാൻ സീ സൺലൈറ്റ് ഫോൾ ഇറ്റ് ഇല്ലേ. നമുക്ക് സൺലൈറ്റ് അവിടെ അതിലേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പേപ്പറിന് ഒരു ഇലുമിനേഷൻ ഉണ്ടാവില്ലേ, വെട്ടം വന്ന് വീഴും, അതായത് സൺലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൻഡ് ക്യാൻ സീ സൺലൈറ്റ് ഫോളിങ് ഓൺ ഇറ്റ് എന്ന് പറയാം. ആൻഡ് ക്യാൻ സീ സൺലൈറ്റ് ഫോളിങ് ഓൺ ഇറ്റ്. സൺലൈറ്റ് ഫോളിങ് ഓൺ, സൺലൈറ്റ് അതിലേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? പേപ്പറിൽ ഇലിമിനേറ്റ് ചെയ്യും, അതിലേക്ക് സൺലൈറ്റ് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വേരി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പേപ്പർ ആൻഡ് ദ ഗ്ലാസ് ഷീറ്റ്.
അപ്പം ഒരു പേപ്പറും ഗ്ലാസ് ഷീറ്റിന് പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഇനി ഡിസ്റ്റൻസ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഈ ഗ്ലാസ് ഷീറ്റ് ഒന്ന് പൊക്കി പിടിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി താത്തി വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഗ്ലാസ് ഷീറ്റും പേപ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാൻ സാധിക്കില്ല. ഈ സൺലൈറ്റ് ഇതിലേക്ക് തന്നെ വീണ് ഇലുമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്ന് പറയാം നോ ചേഞ്ച് എന്ന് പറയാം അല്ലേ, നോ ചേഞ്ച് അല്ലേ, നോ ചേഞ്ച് ഇൻ ദ ബ്രൈറ്റ്നസ് അല്ലേ, നോ ചേഞ്ച് ഇൻ ദ ബ്രൈറ്റ്നസ് ഓഫ് സൺലൈറ്റ് അല്ലേ. സൺലൈറ്റ് വീഴുന്ന സൺലൈറ്റ് ഉണ്ടല്ലോ, വീഴുന്ന സൺലൈറ്റിന് എന്തെങ്കിലും ബ്രൈറ്റ്നസ്സിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. ഇതെന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഒരു ലെൻസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഈ ലെൻസ് ഉപയോഗിച്ചിട്ട് സൺലൈറ്റ് അതിലേക്ക് വീഴ്ച കഴിയുമ്പോൾ, ലെൻസിലേക്ക് വീഴ്ച കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം കണ്ടോ? സൺലൈറ്റിൻ്റെ പാത്ത് തന്നെ വ്യത്യാസം വന്നില്ലേ? ലെൻസിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ലെൻസ് ഉപയോഗിക്കുമ്പോൾ എന്താണ്? എല്ലാ റേസും ഒരു പോയിന്റിലേക്ക് വന്ന് വീഴുന്നുണ്ടോ? ഒറ്റ പോയിന്റിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ആ പോയിന്റിൽ നമ്മൾ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവിക്കുന്നത്? സ്മോക്ക്, അതായത് ഈ കടലാസ് അവിടെ കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പം ഈ പേപ്പറിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ലെൻസ് പിടിക്കുമ്പോൾ എന്താണ് ഈ സൺലൈറ്റ് വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ആ സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ എന്താണ് അതിൻ്റെ ആ വലിപ്പം ഇത് കണ്ടില്ലേ? നമുക്കിവിടെ ഇവിടെ വന്ന് വീഴുമ്പോൾ ഇതേ വലിപ്പത്തിലായിരിക്കും നമ്മളിവിടെ കാണുന്നത്. ഇവിടെ എന്താണ് വന്ന് വീഴുന്ന ആ വലിപ്പത്തിനവിടെ വ്യത്യാസം വരും. വ്യത്യാസം വരും. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കൂടുതൽ സൺലൈറ്റ് വന്ന് വീഴും. ഒറ്റൊരു പോയിന്റിലേക്ക് സൺലൈറ്റ് വന്ന് വീഴും. എന്ത് സംഭവിക്കും? അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറേ നേരം പിടിച്ച് കഴിയുമ്പോൾ അതിനെന്താണ് സൺലൈറ്റ് അല്ലേ, ഹീറ്റാണ് വരുന്നത്. അപ്പം എന്ത് സംഭവിക്കുന്നത്? കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഗ്ലാസ് ഷീറ്റിൻ്റെ കേസിലും അതുപോലെ ലെൻസിൻ്റെ കേസിലും വ്യത്യാസങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം അതിന് കാരണം എന്തായിരിക്കാം? നമ്മളിവിടെ പറഞ്ഞു ഇവിടെ ലെൻസാണ് ഉപയോഗിച്ചിരുന്നത്. ലെൻസിന് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണിത് പെട്ടെന്ന് കത്താനും അല്ലെങ്കിൽ സൺലൈറ്റ് അല്ല ഒരു പോയിന്റിലേക്ക് വീഴാനും കാരണം. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഗ്ലാസ് ഷീറ്റിനില്ലാത്ത ചില പ്രത്യേകതകളൊക്കെ എന്തിനുണ്ട്? ലെൻസിനുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ലെൻസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ്? നോട്ട് ദാറ്റ് വെൻ ദ ലെൻസ് ഈസ് ഹെൽഡ് അറ്റ് എ സ്പെസിഫിക് ഡിസ്റ്റൻസ് ഫ്രം ദ പേപ്പർ ദ സൈസ് ഓഫ് ദ ഇലുമിനേറ്റഡ് ഏരിയ ഈസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് ദ ഏരിയ ഇൻക്രീസസ് ഇല്ലേ. ആ ഇലുമിനേറ്റഡ് ഏരിയയുടെ എങ്ങനെയാണ് സൈസ് അവിടെ കുറയും. എന്നിട്ട് എന്ത് സംഭവിക്കും? അവിടെ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഹോൾ ദ ലെൻസ് അറ്റ് എ പോയിന്റ് ഫോർ എ ലോങ്ങർ ടൈം നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ദ പേപ്പർ സ്മോൾഡറിങ് ആൻഡ് ക്യാച്ചിങ് ഫയർ അല്ലേ. പേപ്പറിൽ എന്താണ് പുകയുന്നതും അതുപോലെ തന്നെ തീ കത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഗ്ലാസ് ഷീറ്റിനെ അപേക്ഷിച്ച് ലെൻസിന് ചില പ്രത്യേകതകൾ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ലെൻസ് എന്ന് പറഞ്ഞാൽ. ലെൻസ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് മീഡിയം ഹാവിങ് സ്പെറിക്കൽ സർഫസ്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയം തന്നെയാണ്. അതിനെങ്ങനെ സ്പെറിക്കൽ ആയിട്ടുള്ള സർഫസ് ആണുള്ളത് കേട്ടോ. ഒരു ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ലെൻസ് ഒരു സൈഡിൽ നോക്കിയാൽ അപ്പുറത്തെ സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. ട്രാൻസ്പെറൻ്റ് ആണ്. അതിനതുപോലെ സ്പെറിക്കൽ അല്ലേ. അതേ നോക്കിയാൽ കണ്ടല്ലോ, രണ്ട് തരത്തിലുള്ള ലെൻസ് ആണല്ലോ കേട്ടോ. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ആണുള്ളത് കണ്ടോ. ഈ രണ്ട് തരത്തിലുള്ള ലെൻസാണ്. ഇതാണ് കോൺവെക്സ് ലെൻസ്, ഇതെന്താണ് കോൺകേവ് ലെൻസ് ആണ്. രണ്ടിൻ്റെയും പ്രത്യേകത കണ്ടില്ലേ? ഒരു സ്പെറിക്കൽ സർഫസ് ആണ്. അത് ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ബൾജ് ചെയ്തിരിക്കും. കോൺവെക്സ് ലെൻസിനെ ബൾജ് ചെയ്തിരിക്കും. കോൺകേവ് ലെൻസിന് ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു കർവ് പോലെ ഇരിക്കും. അത് സ്പെറിക്കൽ സർഫസ് ആണ്. ഇതാണ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ലെൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അപ്പം നമുക്ക് ഓരോന്നിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമേ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് എന്നാണ് പറയുന്നത്. കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത ഉണ്ട്. അത് എങ്ങനെയാണ് ഇരിക്കുന്നത്? സൈഡ് വശം എങ്ങനെയാണ്? സൈഡ് വശം ഇവിടെ കനം കുറവാണ്. രണ്ട് സൈഡ് വശത്തും എങ്ങനെയാണ്? കനം കുറവാണ്. പക്ഷെ നടുഭാഗം എങ്ങനെയാണ്? നടുഭാഗം അവിടെ ബൾജ് ചെയ്തിരിക്കും ഇല്ല, അല്ലെങ്കിൽ കനം കൂടിയിരിക്കും. മനസ്സിലായല്ലോ? ലെൻസ് അതായത് കോൺവെക്സ് ലെൻസ് ഓർത്തോണം കേട്ടോ. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താണ്? തിക്കർ ഇൻ ദ മിഡിലില് ഇല്ലേ, മധ്യഭാഗം എങ്ങനെയാണ്? കനം കൂടുതലാണ്. അതുപോലെ തന്നെ എഡ്ജസ് എങ്ങനെയാണ്? രണ്ട് അരികു ഭാഗം എങ്ങനെയാണ്? കനം കുറഞ്ഞതാണ്. അപ്പം എന്ത് പറയാം? തിന്നർ ഇൻ ദ എഡ്ജസ് എന്ന് പറയാം അല്ലെ. തിന്നർ ഇൻ ദ എഡ്ജസ് എന്ന് പറയാം കേട്ടോ. തിന്നർ ഇൻ ദ എഡ്ജസ് അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഈ കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ മാഗ്നിഫൈങ് ഗ്ലാസ്സിലൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ വസ്തുക്കളെ വലുതായി കാണാൻ വേണ്ടി മാഗ്നിഫൈ ചെയ്യാന്ന് വെച്ചാൽ വലുതാക്കി കാണിക്കുന്നു. അപ്പം വലുതാക്കി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പം വസ്തുക്കൾ എന്താണത് വലുതാക്കി കാണിക്കുന്നുണ്ട്. മനസ്സിലാണോ? അപ്പം കോൺവെക്സ് ലെൻസ് എങ്ങനെയാണ്? നടുഭാഗം കനം കൂടിയതാണ്. അതുപോലെ തന്നെ സൈഡിലും കനം കുറഞ്ഞതാണ് അല്ലേ.
പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൺവേർജിങ് ലെൻസ് ആണ് കേട്ടോ. ഓർത്തോണം, കോൺവെക്സ് ലെൻസിൻ്റെ മറ്റൊരു പേരാണ് കൺവേർജിങ് ലെൻസ് എന്ന് പറയും കേട്ടോ. കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക എന്ന് ഉദ്ദേശിക്കും. അതായത് ലൈറ്റ് റേസ് ഇതിലേക്ക് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ, ഈ ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കേട്ടോ, ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. നമ്മൾ മുമ്പേ കണ്ടില്ലേ, ലെൻസ് ഉപയോഗിച്ച് പേപ്പർ കത്തിക്കുന്ന കേസ് കണ്ടില്ലേ? അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു പോയിന്റിലേക്ക് വന്ന് കൺവേർജ് ചെയ്യുകയല്ലേ ചെയ്തത്, കണ്ടില്ലേ? ഇങ്ങനെ എല്ലാം കൂടെ കൂടിച്ചേർന്ന് വന്ന് ഒരു പോയിന്റിലേക്ക് വരുവാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൺവേർജ് ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം കോൺവെക്സ് ലെൻസ് ഏതാണ്? കൺവേർജിങ് ലെൻസ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മധ്യഭാഗം കനം കൂടിയതാണ്, രണ്ട് വശങ്ങളിലും അരികുകളിലും എങ്ങനെയാണ് കനം കുറവാണ്, മാഗ്നിഫൈ ചെയ്യുന്നു, വലുതാക്കി കാണിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഇതൊരു കൺവേർജിങ് ലെൻസ് ആണ്. എക്സാമ്പിൾ നമ്മളുണ്ടല്ലോ മാഗ്നിഫൈയിങ് ലെൻസ് എന്ന് ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെ എന്താണ്? കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസിൽ ഇമേജ് ഉണ്ടാകുന്നത് റിയൽ ആൻഡ് വെർച്വൽ ഇമേജ് ആയിരുന്നു ഉണ്ടാകുന്നത്. റിയൽ ഇമേജും ഉണ്ടാകുന്നുണ്ട്, വെർച്വൽ ഇമേജും ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് കോൺവെക്സ് ലെൻസിൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മാഗ്നിഫൈയിങ് ഗ്ലാസ് അല്ലേ? എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? മാഗ്നിഫൈയിങ് ഗ്ലാസ് കേട്ടോ, മാഗ്നിഫൈയിങ് ഗ്ലാസ് ഉണ്ട്. പിന്നെന്താണ്? ക്യാമറാസിൽ കേട്ടോ, ക്യാമറാസിൽ രണ്ട് തരത്തിലുള്ള ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. കോൺവെക്സ് ഉപയോഗിക്കുന്നുണ്ട്, കോൺകേവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ക്യാമറാസിൽ ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോസ്കോപ്പിൽ കേട്ടോ, മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്ടറൊക്കെ ഇല്ലേ, പ്രൊജക്ടേഴ്സിൽ നമ്മൾ എന്താണ് ഈ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഹ്യൂമൻ ഐ ഉണ്ടല്ലോ, നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഇല്ലേ, ഇതൊക്കെ എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകതകൾ പഠിച്ചിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ലെൻസ് ആണ് ഇത് കോൺകേവ് ലെൻസ്. കണ്ടോ കോൺകേവ് ലെൻസ്? കണ്ടോ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എങ്ങനെയാണ്? രണ്ട് അരികും എങ്ങനെയാണ്? കനം കൂടിയതാണ്. മധ്യഭാഗം എങ്ങനെയാണ്? കനം കുറവാണ്. ഇനി അടുത്ത ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. ആ പേരിൽ തന്നെ ഉണ്ട് കേവ് കേട്ടോ, ഓർത്തോളം. കേവ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺകേവ് ലെൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എങ്ങനെയാണ്? മധ്യഭാഗം എങ്ങനെയാണ്? കനം കുറവാണ് കേട്ടോ. മധ്യഭാഗം എങ്ങനെയാണ്? കനം കുറവാണ്. തിന്നർ ഇൻ ദ മിഡിൽ. കോൺകേവ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, തിന്നർ ഇൻ ദ മിഡിൽ, മധ്യഭാഗം കനം കുറവാണ്. രണ്ട് എഡ്ജസിലും എങ്ങനെയാണ്? കനം കൂടുതലാണ്. രണ്ട് എഡ്ജസ് ഉണ്ടല്ലോ, രണ്ട് എഡ്ജസിലും എങ്ങനെയാണ്? കനം കൂടുതലാണ്. ഓർത്തോളൂ കേട്ടോ. അപ്പം പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കോൺകേവ് എന്ന് പറയുമ്പോൾ ഓർത്ത് മധ്യഭാഗം കനം കുറവാണ്. അതുപോലെ തന്നെ എഡ്ജസിലും തിക്കർ അല്ലേ, നമുക്ക് പറയാം. എങ്ങനെ പറയാം? തിക്കർ എന്ന് പറയാം അല്ലേ? തിക്കർ ഇൻ ദ സൈഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എഡ്ജസ് എന്ന് പറയാം. തിക്കർ ഇൻ ദ സൈഡ്സ് അല്ലെങ്കിൽ എഡ്ജസിൽ എങ്ങനെയാണ്? കനം കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? അരിക് കനം കൂടുതലാന്ന് പറയാം. അരിക് കനം കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ കോൺകേവ് ലെൻസ് എന്താണ്? സ്മോളർ സൈസിലായിരിക്കും കാണിക്കുന്നത്. ഒബ്ജക്റ്റിനെ സ്മോളർ, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഷോസ് ഒബ്ജക്റ്റ് ഡിമിനിഷ്ഡ് എന്ന് പറയാം കേട്ടോ. ഷോസ് ഒബ്ജക്ട്സ്, വസ്തുക്കൾ എങ്ങനെയാണ്? ഡിമിനിഷ്ഡ് ആണ്. ഷോസ് ഒബ്ജക്ട്സ് ഡിമിനിഷ്ഡ് എന്ന് പറയാം. വസ്തുക്കളെ ചെറുതാക്കി കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വസ്തുക്കളെ നമ്മൾ കോൺവെക്സ് ലെൻസ് വലുതായി കാണിക്കാൻ ഉപയോഗിക്കും. ഇത് വസ്തുക്കളെ ചെറുതാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്നു. വസ്തുക്കളെ ചെറുതാക്കി കാണിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പം കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇത് ഡൈവേർജിങ് ലെൻസ് ആണ് കേട്ടോ. ഡൈവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഈ കോൺകേവ് ലെൻസിലേക്ക് നമ്മളിങ്ങനെ റേസ് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ഈ റേസ് ഇവിടെ വന്ന് വീണിട്ട് അത് ഡൈവേർജ് ചെയ്ത് പോകുന്നത് ഇങ്ങനെയായിരിക്കും അത് പോകുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു രീതിയിലായിരിക്കും റേസ് വന്ന് വീഴുമ്പോൾ അത് പോകുന്നത്. അത് ഇവിടുന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് അത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്നത്. അത് വ്യതിചലിച്ച് പോകാന്നൊക്കെ പറയാം. ഡൈവേർജ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ വ്യതിചലിച്ച് പോകാന്നൊക്കെ പറയും കേട്ടോ. അപ്പം കോൺകേവ് ലെൻസ് വന്നിരിക്കുന്നതാണ് ഒരു ഡൈവേർജിങ് ലെൻസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? യൂസസുകൾ. കണ്ണാടി ഉപയോഗിക്കുന്നില്ലേ? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഷോർട്ട് സൈറ്റ്നെസ്, മയോപ്പിയയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ എന്താണ് ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ, അതാണ് മയോപ്പിയ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. ഷോർട്ട്
ഷോർട്ട് സൈറ്റ്നെസ്സിന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മയോപ്പിയ അതിന് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. പിന്നെ ഈ പി ഹോൾസ് ഒക്കെ ഉണ്ട്. പി ഹോൾസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മുടെ ഡോറിലൊക്കെ കേട്ടോ, ഡോറിലൊക്കെ ഉപയോഗിക്കുന്ന ഹോൾസിനെയാണ് നമ്മൾ പി ഹോൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ നമ്മളില്ല കോൺവെക്സ് ഉപയോഗിക്കുന്നുണ്ട്, കോൺകേവ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ായല്ലോ. അപ്പം കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എങ്ങനെയാണ്? തിന്നർ ഇൻ ദ മിഡിലാണ്, തിക്കർ ഇൻ ദ എഡ്ജസ് ആണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കാണിക്കുന്നത്. ലൈറ്റ് എങ്ങനെയാണ് സ്പ്രെഡ് ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ഒരു പോയിന്റിലേക്ക് വരുമല്ലോ, സ്പ്രെഡ് ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ വെർച്വൽ ഇമേജ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടാകുന്നത്. വെർച്വൽ ഇമേജ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകതകൾ. അപ്പം ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും. നമുക്കൊന്ന് നോക്കാം. ഇതാ ഇവിടെ നോക്കട്ടെ, ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കുക എന്തൊക്കെയാണ് കോൺവെക്സ് ലെൻസ് എന്നാണ് നമ്മൾ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെ കേട്ടോ. തിക്കർ അറ്റ് ദ സെന്റർ ആണ്, അല്ലെങ്കിൽ മിഡിലിൽ തിക്കർ ആണ്, തിന്നർ അറ്റ് എഡ്ജസ് ആണ് കേട്ടോ. കോൺകേവ് ആണെങ്കിൽ തിന്നർ അറ്റ് ദ സെന്റർ ആണ്, തിക്കർ അറ്റ് എഡ്ജസ് ആണ്. പിന്നെ കോൺവെക്സ് ലെൻസ് നമ്മൾ പറയുന്നത് കൺവേർജിങ് ലെൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്താണ്. കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന് നമ്മൾ എന്ത് പറയും? ഡൈവേർജിങ് ലെൻസ് എന്ന് പറയും. ഇനി കോൺവെക്സ് ലെൻസ് എങ്ങനെയാണ്? ബെൻസ് ലൈറ്റ് റേസ് ഇൻവേർഡ്, ഇല്ലേ, കൺവേർജ് ചെയ്യുമല്ലേ, ഉള്ളിലേക്കാണ് ലൈറ്റ് റേസ് വരുന്നത്. കോൺകേവ് ആണെങ്കിൽ ഔട്ട്വേർഡ് ആണ് പോകുന്നത്, ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ലൈറ്റ് റേസ്. ഇനി ക്യാൻ ഫോം റിയൽ ഓർ വെർച്വൽ ഇമേജ്. കോൺവെക്സ് ലെൻസിൽ റിയൽ അല്ലെങ്കിൽ വെർച്വൽ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കോൺകേവിൽ എങ്ങനെയാണ്? വെർച്വൽ ഇമേജ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ ഇമേജ് മേ ബി മാഗ്നിഫൈഡ് ഓർ റെഡ്യൂസ്ഡ്. കോൺവെക്സ് ലെൻസിന് മാഗ്നിഫൈഡ് ആയിട്ട് ഇമേജ് ഉണ്ടാകുന്നുണ്ട്, റെഡ്യൂസ്ഡ് ആയിട്ട് ഇമേജ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ സൈസ് കുറയുന്നുണ്ട് കേട്ടോ. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒബ്ജക്റ്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ടും മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുന്നത്. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ലെൻസിനോട് ചേർന്നൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് ആയിട്ട് ചെറിയൊരു ഇമേജും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കോൺകേവ് ലെൻസ് എപ്പോഴും എങ്ങനെയാണ്? ഡിമിനിഷ്ഡ്, ചെറിയ കേട്ടോ. കോൺകേവ് ലെൻസ് എപ്പോഴും ചെറിയ ഇമേജ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? മാഗ്നിഫൈയിങ് ഗ്ലാസ്, ക്യാമറാസ്, മൈക്രോസ്കോപ്പിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കോൺകേവ് ആണെങ്കിൽ മയോപ്പി, അതായത് ഷോർട്ട് സൈറ്റ്നെസ് പറഞ്ഞില്ലേ, പി ഹോൾസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി കോൺവെക്സ് ലെൻസ് നമ്മൾ കണ്ടായിരുന്നു, ക്യാൻ ഫോക്കസ് സൺലൈറ്റ് ടു എ പോയിന്റ്. ഒരു പോയിന്റിലേക്കല്ലേ കോൺവെക്സ് ലെൻസ് നമ്മൾ കണ്ടില്ലേ പോയിന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോൺകേവ് ലെൻസിന് അങ്ങനെ സൺലൈറ്റിന് ഒറ്റ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ ആയല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ പോയിന്റുകളെല്ലാം എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ലെൻസുകളെ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് നോക്കേണ്ടത്. അപ്പം നോർമലി നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഉൾഭാഗം തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ കോൺവെക്സ് ആണ്, അത് ഉൾഭാഗം കനം കുറഞ്ഞാണെങ്കിൽ കോൺകേവ് ആണ്, നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അരികൊക്കെ നോക്കിക്കഴിഞ്ഞാലും അരികളൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഏത് ലെൻസാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി ലെൻസുകളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ ലെറ്റേഴ്സ് ത്രൂ ഈച്ച് ലെൻസ് ആൻഡ് മൂവ് ദ ലെൻസ് ടു വൺ സൈഡ്. നമ്മൾ ഓരോ ലെൻസ് ഉണ്ടല്ലോ, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഉണ്ട്, അത് നമ്മൾ ലെറ്റേഴ്സിന് മേളിൽ വെച്ചിട്ട് അത് ലെൻസ് മൂവ് ചെയ്യുക. ലെൻസ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യുക. ഇവിടെ നോക്കിയത് ഇപ്പോൾ ഇത് ലെറ്റർ ആണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇവിടെ ലെൻസ് ഇവിടെ വെച്ചിട്ട് ഈ ലെൻസ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചില വ്യത്യാസങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മൾ എങ്ങനെയാണോ ലെൻസ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ കാണുന്ന ലെറ്റേഴ്സുകൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ലെൻസ് ഇങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള ഒബ്ജക്റ്റ് താഴോട്ട് നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. അതേസമയം കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെയിം നമ്മൾ ലെൻസിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സും ഈ സൈഡിലേക്ക് തന്നെയായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കോൺവെക്സ് ലെൻസ് ആണോ കോൺകേവ് ലെൻസ് ആണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതാ നോക്കുക, കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്ട്സിനെ നമുക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ, ഇല്ല വലുതാക്കി കാണാൻ സാധിക്കും. അതൊരു വേ ആണ് കേട്ടോ, ഒബ്ജക്ട്സിനെ വലുതാക്കി കാണാൻ സാധിക്കും കോൺവെക്സ് ആണെങ്കിൽ. കോൺകേവ് ആണെങ്കിൽ എങ്ങനെയാണ്? സ്മോളറും അപ്റൈറ്റും ആയിരിക്കും. അതായത് ഇത് ഈ ഒരു രീതിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇമേജും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും കാണുന്നത്. മനസ്സിലായല്ലോ. ഇനി ഈ ലെൻസ് നമ്മൾ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റേഴ്സ് അപ്പിയർ ടു മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ലെൻസ് മൂവ്മെന്റ്. ലെൻസ് മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒബ്ജക്ട്സ് നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതിലാണ് കോൺവെക്സ് ലെൻസിൽ കേട്ടോ. കോൺകേവിലാണെങ്കിൽ അപ്പിയേഴ്സ് ടു മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ലെൻസ് മൂവ്മെന്റ്. ലെൻസ് മൂവ് ചെയ്യുന്നതിൻ്റെ സെയിം ഡയറക്ഷനിൽ നമുക്ക്
ലെറ്റേഴ്സ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ കോൺകേവ് ലെൻസിൽ. അപ്പം ഇങ്ങനെ നമുക്ക് കോൺകേവ് ലെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ. കോൺവെക്സും കോൺകേവ് പല മെത്തേഡ് ഞാൻ പറഞ്ഞു. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുവാണ്. നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ മാഗ്നിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ വസ്തു വലുതായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺവെക്സ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. അതുപോലെ തന്നെ ചെറുതായിട്ടിരിക്കുകയാണെങ്കിൽ അത് കോൺകേവ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. പിന്നെ മൂവ് ചെയ്യുമ്പോൾ കേട്ടോ, ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കട്ടെ. മൂവ് ചെയ്യുമ്പോൾ എന്താണ് ലെൻസ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവിടെ ഒബ്ജക്ട്സ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ലെൻസ് ആയിരിക്കാം? കോൺവെക്സ് ലെൻസ് ആണ്. ദെൻ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? അത് കോൺകേവ് ലെൻസും ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ലെൻസുകളെ തിരിച്ചറിയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഈ ലെൻസുകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സ്പിയേഴ്സിന്റെ ഒരു പാർട്ട് തന്നെയാണ്. കണ്ടല്ലോ ഈ ചിത്രം കണ്ടോ? 2 സ്പിയർ കണ്ടോ? ഇവിടെ കണ്ടല്ലേ 2 സ്പിയർ ഉണ്ടല്ലോ. ഈ 2 സ്പിയറും കൂടെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പോർഷൻ കണ്ടോ? ഈ ഒരു പോർഷനാണ് ഇതൊരു ലെൻസായിട്ട് ആക്ട് ചെയ്യുന്നത്. 2 സ്പെറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ 2 സ്പിയേഴ്സ്, ക്ലിയർ ആയല്ലോ പറഞ്ഞു? 2 സ്പിയേഴ്സ് അങ്ങനെ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഒരു ഭാഗം അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ലെൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഏതായിട്ടുള്ള ലെൻസാണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ല, കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ തന്നെ 2 സ്പിയേഴ്സ് ഇങ്ങനെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പാർട്ട് വരുവാണ്. അപ്പോൾ ഇത് ഏത് ലെൻസാണ്? കോൺകേവ് ലെൻസ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഓരോ ലെൻസിനും നമുക്കറിയാം, ഇപ്പോൾ കോൺവെക്സ് ലെൻസ് എടുക്കുകയാണെങ്കിൽ അതിന് 2 പാർട്ടുണ്ട്. ഇതൊരു പാർട്ടാണ്, അതുപോലെ തന്നെ ഇതൊരു പാർട്ടാണ് അല്ലേ? അല്ലെങ്കിൽ 2 സർഫസ് അല്ലെങ്കിൽ പ്രതലങ്ങൾ എന്ന് പറയാം അല്ലേ? 2 സർഫസുകളുണ്ട്. ഓരോ ലെൻസിനും 2 സർഫസുകളുണ്ട്. അപ്പോൾ ഈ ഒരു സർഫസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സ്പിയറിന്റെ ഒരു ഭാഗമാണ് അല്ലേ? ഇതാണ് ഒന്നാമത്തെ സ്പിയർ, ഇതാണ് രണ്ടാമത്തെ സ്പിയർ എങ്കിൽ ഈ ഒരു സർഫസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സ്പിയറിന്റെ ഭാഗമാണ്, ഒന്നാമത്തെ സ്പിയറിന്റെ ഭാഗമാണ്. ഈ ഒരു സർഫസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് രണ്ടാമത്തെ സ്പിയറിന്റെ ഭാഗമാണ്. അപ്പോൾ ഓരോ ലെൻസിനും എന്താണ്? 2 സർഫസുകളുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം ഇതിലൂടെ ലൈറ്റ്, ഈ ഒരു സർഫസിലൂടെ ലൈറ്റ് പോകുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കും. അതുപോലെ ഇതിലൂടെ ലൈറ്റ് പോകുമ്പോഴും റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഈ ഒരു കേസും കണ്ടില്ല. അപ്പോൾ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇത് 1 ആണ്, ഇത് 2 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് ഈ ഒരു പാർട്ട് എന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, ഈ ഒരു പാർട്ട് ഈ ലെൻസിന്റെ ഈ സ്പിയറിന്റെ ഭാഗമാണ്. ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സ്പിയറിന്റെ ഭാഗമാണ്. അപ്പോൾ എന്താണ്? ലെൻസ് എന്ന് പറഞ്ഞാൽ 2 സർഫസുകളുണ്ട്. അതൊരു സ്പിയറിന്റെ പാർട്ടാണ് ഇല്ല, അല്ലെങ്കിൽ ഗോളത്തിന്റെ പാർട്ടാണ് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 2ലൂടെയും ലൈറ്റ് കടന്നു, ഇതിലൂടെ ലൈറ്റ് കടന്നു പോയാലും അപവർത്തനം സംഭവിക്കും, ഇതിലൂടെ ഇങ്ങോട്ട് ലൈറ്റ് കടന്നു വന്നാലും അപവർത്തനം സംഭവിക്കും. ക്ലിയർ ആയല്ലോ? അതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈച്ച് ലെൻസ് ഹാസ് 2 സർഫസസ്. When light passes through them, refraction occurs. That means a lens has 2 refracting surface. ഓർത്തോളൂ കേട്ടോ, ലെൻസിൽ എന്താണ്? 2 അപവർത്തന പ്രതലങ്ങളുണ്ട്. ഓരോ ലെൻസിലും 2 പ്രതലങ്ങളുണ്ട്. ഇവ 2ലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ അപവർത്തനം സംഭവിക്കും. അതായത് ഒരു ലെൻസിന് 2 അപവർത്തന പ്രതലങ്ങളുണ്ട്. കാണുന്നതാണ്, 2ഉം സ്പിയറിന്റെ പാർട്ട് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പം റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസ് ആർ പാർട്ട് ഓഫ് എന്താണ്? ലെൻസിന്റെ അപവർത്തന പ്രതലങ്ങൾ ഏതിന്റെ ഭാഗങ്ങളാണ്? സ്പിയറിന്റെ ഭാഗങ്ങളാണ്, ഗോളങ്ങളുടെ ഭാഗങ്ങളാണ് അല്ലേ? ലെൻസിന്റെ അപവർത്തന തലങ്ങൾ 2 അപവർത്തന തലങ്ങളുണ്ട്. അപ്പം അത് 2ഉം ഏതിന്റെ ഭാഗമാണ്? സ്പിയർ അല്ലെങ്കിൽ ഗോളത്തിന്റെ ഭാഗങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പൊ ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അപവർത്തന തലങ്ങൾ ഇല്ലേ? എന്താണ്? റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. റിഫ്രാക്റ്റിംഗ് സർഫസ് സ്പിയേഴ്സ് ആയിട്ട് വരുന്നില്ലേ? റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ത് ചെയ്യും? ഇതല്ലേ, ഇത് റിഫ്രാക്റ്റിംഗ് സർഫസ് അല്ലേ? ഇത് റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. അപ്പം അതൊരു സ്പിയേഴ്സിന്റെ ഒരു പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ലെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയ നമ്മൾ ആദ്യമേ കണ്ടത്. ലെൻസ് ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയ എന്ന് കണ്ടു. അതെങ്ങനെയാണ് റിഫ്രാക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം 2 റിഫ്രാക്റ്റിംഗ് സർഫസുകളുണ്ട്. അത് സ്പിയറിന്റെ ഭാഗമായിട്ടുള്ള 2 റിഫ്രാക്റ്റിംഗ് സർഫസ് ഉള്ളതിനെ നമുക്ക് എന്ത് പറയാം? ലെൻസസ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പം എ ലെൻസ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് മീഡിയം. ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ് ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഈസ് പാർട്ട് ഓഫ് ദി സ്പിയേഴ്സ്. ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസും ഏതാണ്? സ്പിയറിന്റെ പാർട്ടാണ്. മനസ്സിലായല്ലോ? അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് ലെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ ലെൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ? ഇതാണ് ലെൻസ്. 2 തരത്തിലുള്ള ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസ് അല്ലേ? 2 തരത്തിലുള്ള ലെൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഇതേതാണ്? കോൺകേവ് ലെൻസ് ആണ്. അതിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. സൈഡ് തിന്നറാണ്, സൈഡ് തിക്കറാണ്. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? കൺവേർജിങ് ലെൻസ് കേട്ടോ. ഓർത്താണ്, കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. കോൺവെക്സ് ലെൻസ് എന്ന് പറയാതെ
കൺവേർജിങ് ലെൻസ് എന്ന് പറയും. അപ്പോൾ ഐഡന്റിഫൈ ചെയ്തോണം അതേതാണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഡൈവേർജിങ് ലെൻസ് എന്നും പറയാറുണ്ട് കേട്ടോ. ഡൈവേർജിങ് ലെൻസ് കുട്ടികളെ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡൈവേർജിങ് ലെൻസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഓർത്തോണം, ഡൈവേർജിങ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കോൺകേവ് ആണ്. കൺവേർജിങ് എന്നുണ്ടെങ്കിൽ അതാണ് കോൺവെക്സും ആണ്. അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ, പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ഒരു സെക്ഷനിലുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക കേട്ടോ, മനസ്സിലാക്കുക, പഠിക്കുക. അപ്പം ഇനി കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പം ഇത് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. പ്രത്യേകിച്ചും ആ ഡിഫറൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, പഠിക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫസ്റ്റ് സെക്ഷനാണ്, ഒരു ഇൻട്രഡക്ഷൻ സെക്ഷനാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്